എവിടെങ്കിലും മുക്കിയതാണോ? ഇല്ല, സുജാത വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ പണിക്ക് പോകുന്ന നാണിത്തല്ലേ. നീ ചെന്ന് വിളിച്ചോണ്ട് വേടാ, ബാക്കി കാര്യം ഞാനേ. അതിനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ടല്ലയോ പറഞ്ഞത്. അച്ഛനെന്ത് മര്യാദയുടെ ഈ കഴിഞ്ഞ ദിവസം കാണിച്ച് എന്തുവാടാ? ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. മെഡിസിന് പഠിക്കുന്ന എന്റെ ഹോസ്റ്റലിലേക്ക് അച്ഛൻ കഴിഞ്ഞ ദിവസം കയറി വന്നത് എങ്ങനെയാ? കാളേക്കാൾ കഷ്ടമായിട്ട്. ഈ കോലത്തില് എന്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു, ഏതാ ഈ മറുതാന്ന്. ഞാൻ പറഞ്ഞ മറുതയല്ല, എന്റെ അച്ഛനാണെന്ന്. വീറും വെടിപ്പായിട്ടൊക്കെ അങ്ങോട്ട് വരാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. മക്കളെ, ഒരു ലോഡും കൊണ്ട് തിരുവനന്തപുരം വരെ വന്നപ്പോൾ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. കുളിക്കാതെ നനക്കാതെ കോലം കെട്ട് 7 നാഴിക ദൂരം വന്നാൽ നാറുമായിരുന്നു. കുറെ കപ്പലണ്ടിയും പപ്പട ബോളിയൊക്കെ പൊതിഞ്ഞു കെട്ടി. ഞാനെന്താ കൊച്ചു കുഞ്ഞാണോ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അതിനെ കാളവണ്ടി ഓടിക്കുമ്പോ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂട്ട് വേഷം കെട്ടി നടക്കാൻ കൂടെ. കോലം കെട്ട് അവിടെ കയറി ചെന്നിട്ടെ കൊച്ചിനെ നാണം കെടുത്തണമെന്ന് അതെ, കാളവണ്ടിക്കാര് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞടി, എന്റെ മോനോട് ഡാക്ടറിന് പഠിക്കുകയാണെന്ന്. അവന്മാരെല്ലാം കൂടെ പറഞ്ഞു ദുശാസനമുള്ള വെടി പറയുകയാണെന്ന്. നമ്മുടെ ലോറൻസ് പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു കേറെ കഴിവറവന്മാരെ വണ്ടിയിൽ ചെറുക്കനെ കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന്. അങ്ങനെ മമ്മൂഞ്ഞിനെയും പൊടിയനെയും ഉസ്മാനെയൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് ചെന്നത്. എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു മാനക്കേട് ഉണ്ടായിട്ടില്ല. കൂടെ കൊണ്ടുവന്ന ഒരു വരദാനം മുന്നിലേക്ക് നീക്കി എടുത്തിട്ട് പറയാ, ഇവനൊന്ന് കുഴൽ വെച്ച് നോക്കാൻ. നമ്മുടെ പൊടിയെ ഛേദമില്ലാത്തൊരു ഉപകാരം. നീ നിന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേക്കുന്ന അച്ഛൻ പൈലറ്റാണെന്നൊന്നും അല്ലല്ലോ, കാളവണ്ടിക്കാരനാണെന്നല്ലേ. അപ്പോ ഞാൻ കുറെ കൂടി വീറും വൃത്തിയും ആവണം, അത്രേ ഉള്ളോ. ശ്രമിക്കാം. മക്കളുടെ പരീക്ഷയുടെ ഫലം ഒന്ന് വരും. ഏറിയാൽ 2 മാസം. ഇനി എന്തോ പരിപാടി? എവിടെയെങ്കിലും ജോലിക്ക് കയറണം. അതിന് പ്രയാസമില്ല. സർക്കാർ സർവീസാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാം, എന്നിട്ട് തുടർന്ന് പഠിക്കാം. പണ്ട് കണ്ടാ മിണ്ടാത്ത പലരും ഇപ്പൊ മിണ്ടും. മക്കളുടെ വിശേഷങ്ങളൊക്കെ തിരക്കും. അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ മറ്റുള്ളവർക്കിടയിൽ അമ്മയ്ക്ക് ഒരു വിലയുള്ളത് പോലെ. ഞാനിപ്പോ ഡാക്ടറുടെ അമ്മയല്ലയോ. സുജാതയുടെ വീട്ടിൽ ചെന്ന് നമുക്ക് പെണ്ണി ചോദിച്ചാലോ മക്കളെ? കുടുംബ മഹിമയും പ്രതാപവും ഒക്കെ പറഞ്ഞ അയാൾ നമ്മളെ ആക്ഷേപിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്താ നീ മോശക്കാരനാണോ? കാളവണ്ടിക്കാരനാണെങ്കിൽ നല്ല ഒന്നാന്തരം കുടുംബക്കാരനാ നിന്റെ അച്ഛനും. ദേശിങ്ങനാട് രാജകുടുംബത്തിന്റെ കുതിരവണ്ടിക്കാരനായിരുന്നു നിന്റെ അച്ഛന്റെ അപ്പൂപ്പൻ. ഇപ്പൊ ഇച്ചിരി ക്ഷീണൊക്കെ ഉണ്ട്, അത് മക്കള് പഠിച്ചു മാറ്റി. കാള എന്തോടാ മോശം മൃഗമാണോ? ശിവന്റെ വാഹനമല്ലയോ? അമ്മ എന്ന് പെണ്ണ് കഴിക്കട്ടെ മക്കളെ. എനിക്ക് അവളെ ഒന്ന് കാണണം അമ്മേ. എന്താടാ? കാളന്മാരെ കുളിപ്പിച്ചു കഴിഞ്ഞു, കാടി കൊടുക്കണം. ആശാൻ എവിടെ? കാടി പുറത്ത് തിളപ്പിച്ചിട്ടിട്ടുണ്ട്. കാളന്മാരെ കുളിപ്പിക്കാൻ കാണിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ആശാനും ശിഷ്യനും കുളിക്കുന്നതിൽ കാണിക്കണേ. കാളവണ്ടി പണി പഠിക്കാൻ വരുന്ന തുടങ്ങിയില്ലേ, പത്രാസ് ഒന്നും വേണ്ടെന്ന് ആശാൻ പറഞ്ഞിരിക്കുന്നു. കാളവണ്ടിയുടെ ഒക്കെ കാലം കഴിഞ്ഞു ലോറൻസേ. ഇപ്പൊ സർവത്ര ലോറികളാ. കാളവണ്ടിക്കാരും കേൾവെള്ളക്കാരും ഒക്കെ വേറെ പണി നോക്കുന്നതാ നല്ലത്. മോട്ടോർ വാഹനം വന്നെന്ന് പറഞ്ഞ് കാളന്മാർക്ക് ജനിക്കാതിരിക്കാനാ ജിരിക്കാതിരിക്കാനാ ഒക്കോ? നീ ഈ സാധനങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ നിൽക്കണ്ടടാ. ലോറൻസേ, നീ പോയി കാളന്മാർക്ക് കച്ചി എടുത്തിട്ട് കൊടുക്ക്, എന്നിട്ട് കുളിച്ചിട്ട് വാ, ആഹാരം തരാം. ഇങ്ങനെ ഏതാണ്ട് സൂക്കേടാ, കൊണ്ടുപോയി ചികിത്സിക്കടാ. അച്ഛൻ ഇത്രയും വീറും വൃത്തിയൊക്കെ മതിയോടെ? ഈ ഗെറ്റപ്പൊക്കെ പോരാഴിക വല്ലതും ഉണ്ടെങ്കിൽ പറയണം, പരിഹരിക്കാനാ. ചെറുക്കന്റെ പാന്റ് ഷർട്ടിട്ട് കോലം കെട്ടി നിങ്ങൾ എങ്ങോട്ട് പോവുക? വർക്കത്തേട്ട വലയൊക്കെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ഇവളിപ്പൊ പറഞ്ഞ നിന്റെ അച്ഛനെ പറ്റിയാ? വർക്കത്ത് കേട്ട വല എന്നും. കാളവണ്ടി ഓടിച്ച് കുടുംബം പോറ്റുന്ന തന്ത ഇങ്ങനെ കാൽസുറായിട്ടുണ്ട് കാളവണ്ടി ഓടിക്കാൻ പറ്റുമോ? മോനെ കാണാനുള്ള കൊതി കൊണ്ട് ഞാൻ കാളവണ്ടിക്കാരന്റെ വേഷത്തിൽ അയാൾ പഠിക്കുന്നിടത്തൊന്ന് ചെന്നു. അതൊരു തന്ത കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഞാൻ ഇങ്ങനെ കാളവണ്ടി ഓടിക്കാം. ഡാക്ടർ മോന് മാനക്കേടുണ്ടാക്കരുതല്ലോ. ഇങ്ങനെ ചില തന്തമാരുണ്ടായാൽ മക്കൾക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? അമ്മേ, ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ? തന്തിയായിപ്പോയി. അല്ലായിരുന്ന ഞാൻ ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തും. അച്ഛാ,
ഇതൊന്നും ഊരിക്കളയച്ച ആരെങ്കിലും കണ്ടാൽ പൊക്കിയെടുത്ത് പച്ചക്കറി തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തും. അമ്മേ, ഡെറ്റോഴ്സ് കടുകളും കേട്ടോ. മനുഷ്യൻ ആദ്യം പിടിച്ചേൽക്കുന്ന സമയത്താ അച്ഛന്റെ ഒരു വേഷം കെട്ട്. എന്തു പറ്റി മക്കളെ? ഒന്ന് പോവേ. എടാ, പാന്റും ഷർട്ടും ഒക്കെ നിന്റെ ആണെങ്കിൽ ഇതിന് കാശ് മുടക്കിയത് ഞാനാടാ പുല്ലേ. ഞാനൊന്ന് ഇട്ടെന്നും കരുതി ഇത് തേഞ്ഞു വളർത്തൊന്നുമില്ല. മാറടി പുല്ലേ. ഇവിടെ കൊണ്ടുപോ, ഇവിടെ കൊണ്ടുപോവാൻ. പ്രേമിക്കാൻ നടന്നപ്പോഴേ അമ്മ പറഞ്ഞതാണ് അതിനൊന്നും പോണ്ട, മനപ്രയാസം ഉണ്ടാവൂന്ന്. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അവളെ പ്രണയിക്കുക. ജീവിതം സേഫായതിനു ശേഷം വിളിച്ചു കൊണ്ടുവരാമെന്ന് കരുതിയതാ. ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയും അങ്ങനെ തന്നെ ആയിരുന്നു. ആ ധാരണ പിന്നെ എവിടാടോ തെറ്റിയത്? നീ ധൈര്യമായിട്ട് എന്ന് വിളിക്കടാ, അവള് വരും. അമ്മേ, ജീവിതം സിനിമ നാടകമൊന്നുമല്ല അങ്ങനെയൊക്കെ പോയി ഹീറോയിസം കാണിക്കാൻ. ഞങ്ങൾ രണ്ടും വിദ്യാഭ്യാസവും പക്വതയും ഉള്ളവരാ. പിന്നെന്തിനാടാ പേടിക്കുന്നത്? പരസ്പരം കണ്ടിട്ടോ ആശയവിനിമയം നടത്തിയിട്ടോ 2 മാസമായി. ഞാൻ അയച്ച കത്തുകളൊന്നും ഒരുപക്ഷെ അവൾക്ക് കിട്ടിക്കാണില്ല. എനിക്കൊരു കത്തയക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ അയാളുടെ നിയന്ത്രണത്തിലാകും. ഇതിനിടക്ക് ആരോ IPS കാണാമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. അതിന് വല്ലതും അവള് സമ്മതിക്കൂടാ? പെണ്ണല്ലേ, എല്ലാത്തിനും ഒരു പരാതി ഉണ്ടാവില്ലേ? അവളോടെന്തെങ്കിലും പറയണോടാ? അച്ഛൻ കണ്ട് പറയാം. അച്ഛനാ? എന്താ നിന്റെ കാര്യം എന്റെ കാര്യമില്ലയോ? മക്കളൊരു കത്ത് എഴുതി കൊടുത്തയക്കടാ. കത്ത് കൊടുക്കാനൊക്കെ ഇങ്ങനെ മിടുക്കനാ. പണ്ട് കാളയുടെ പുറത്ത് കത്തെഴുതി ഒട്ടിച്ച് എന്നെ മുന്നിലോട്ട് വിട്ടിട്ടുണ്ട്. എടി, കാലം മാറി, ഇപ്പൊ പുതിയ രീതികളാ. മക്കളെ, സുജാതയെ കണ്ട് അച്ഛൻ കത്ത് കൊടുത്താ പോരെ? അവളെ ഇനി അയാൾ ഏറെ നരകത്തിൽ ഒളിപ്പിച്ചാലും അച്ഛനെ എത്തിയിരിക്കും. ദുശാസനം പിള്ളയാ പറയുന്നത്. ചൊവ്വില്ലാത്തവനാണെങ്കിലും ഇക്കാര്യത്തിൽ ഇങ്ങനെ വിശ്വസിക്കാം മക്കളെ. പപ്പായ മരത്തേലൊന്നും കേറരുത് കേട്ടോ. മക്കളൊരു കത്തെഴുതി കൊണ്ടുപോടാ. ആഹാ, എഴുതി കരുതിയാക്കുവാന്ന്. കാണുമ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി എഴുതി സൂക്ഷിച്ചതാ. ഇത് കൊടുത്ത് മറുപടിയുമായിട്ട് അച്ഛൻ വരും, ഹനുമ ലങ്കൈ പോയതുപോലെ. എടാ, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇവിടെ ഒരച്ഛൻ മകന്റെ പ്രേമലേഖനവുമായിട്ട് പോകുന്നത്. നീ എന്റെ ഷർട്ടിങ് എടുക്കും. ഇതൊന്ന് തുറന്ന് വായിച്ചാലോടെ? അല്ല, എന്താണെന്ന് അറിയാമല്ലോ. ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പോ അത് എന്താ ഏതാണെന്ന് അറിയണ്ടേ? സ്നേഹമുള്ള സുജാതയ്ക്ക്, നിന്നെ കണ്ടിട്ടോ നിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടോ ദിവസങ്ങളായി. ഞാൻ എക്സാം നന്നായി എഴുതി, പല കത്തുകൾ അയച്ചു. മുത്തേ, നിനക്ക് കിട്ടിയില്ല. എന്റെ മനസ്സ് വല്ലാതെ പ്രണയാതുരമാണ്. സത്യമായും ഉറങ്ങാൻ കഴിയുന്നില്ല. സുജി, നേരിൽ കാണണം. ക്ഷേത്രത്തിലേക്കുള്ള മൺപാതയിൽ ഞാൻ ഉണ്ടാകും. വൈകിട്ട് വരണം. നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ഭ്രാന്തനായി പോവും. ഇനി വയ്യ. ചതിയൻ, മര്യാദകളാ കാണിച്ചത്. മകന്റെ പ്രേമലേഖനം പൊട്ടിച്ച് വായിക്കുന്നു, ദുഷ്ട. അത് പിന്നെ മക്കളെ, പോരാഴിക വല്ലതും ഉണ്ടെങ്കിൽ. നിങ്ങൾ നിന്ന് സമയം കളയാതെ കത്ത് കൊണ്ട് കൊടുക്കും മനുഷ്യ. വേണ്ട വേണ്ട, ശരിയാവില്ല. ഈ പോലെ അച്ഛനെങ്ങനെ നേരിട്ട് പറഞ്ഞാലോ? വിവരക്കേട് പറയാതെ മനുഷ്യ, നിങ്ങൾ കത്ത് കൊണ്ട് കൊടുക്കും. എന്റെ കൊച്ചിന് ഇത്രയും മനപ്രയാസം ഉണ്ടെന്ന് ഞാൻ എപ്പോഴാ അറിഞ്ഞത്? അമ്പരപ്പ് ശങ്കരപ്പിള്ളി അങ്ങ് കൊന്നു കളഞ്ഞാലോ? അവിടെ തന്തേ മക്കളെ പ്രേമിക്കാൻ സമ്മതിക്കാതെ കുറെ തന്തമാര് ഇറങ്ങിക്കോളും. അച്ഛനത് കുളമാക്കും. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നീ ഇന്നേ പോയി നിന്നോ, നാളെ അവളവിടെ. നിന്റെ അച്ഛനാ പറയുന്നത്. വിശ്വാസം.